2018-19 മണ്ഡലകാലത്ത് അന്നദാനത്തിന്റെ പേരിൽ ശബരിമലയിൽ നടന്നത് അരക്കോടിയുടെ തട്ടിപ്പ്. കരാറുകാരന്റെ പേരിൽ വ്യാജരേഖ ചമച്ചാണ് ഉദ്യോഗസ്ഥർ തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശിനെ ശബരിമലയിൽ വീണ്ടും സുപ്രധാന ചുമതല നൽകി. തട്ടിപ്പിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങൾ പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. പ്രജിത്ത്, ഇപ്പോൾ ഓരോ ദിവസവും ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭക്തരെ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളുടെ കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 2018-19 മണ്ഡല മകരവിളക്ക് കാലത്ത് നടന്ന മറ്റൊരു തട്ടിപ്പിന്റെ യാഥാർത്ഥ്യമാണല്ലോ പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പറയൂ. ഗൗതം, ദേവസ്വം ബോർഡ് എന്നതൊരു കൊള്ളസംഘം മാത്രമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം എത്രയധികം തട്ടിപ്പുകളാണ് ഓരോ ദിവസവും ഓരോ ക്ഷേത്രത്തിലും ഓരോ ഹൈന്ദവ ക്ഷേത്രങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മളെ അമ്പരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതാണ് ശബരിമലയിൽ 2018-19 കാലത്ത് നടന്ന അന്നദാനത്തിൻ്റെ പേരിൽ, മണ്ഡലകാലത്ത് നടന്ന അന്നദാനത്തിൻ്റെ പേരിൽ അന്നത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥർ ഏതാണ്ട് അരക്കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. അന്ന് ഈ മണ്ഡലകാലത്ത് അന്നദാനത്തിനായി കൊല്ലത്ത് നിന്നുള്ളൊരു ട്രേഡേഴ്സ് ഒരു ഏജൻസിയിൽ നിന്ന് പച്ചക്കറികളും മറ്റു സാധനങ്ങളും ഒക്കെ എത്തിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ നൽകാനുള്ള തുകയുടെ ഭാഗമായിട്ടാണ് ഈ പണം അടിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വസ്തുക്കൾ എത്തിക്കുന്ന സമയത്ത് ഈ കരാറുകാരന് 30 ലക്ഷം രൂപയുടെ ഒരു ബില്ല് നൽകുകയും എന്നാൽ ഇതിലൊരു 8 ലക്ഷം രൂപ അയാൾക്ക് ചെക്ക് മുഖേന നൽകുകയും ചെയ്തു. ബാക്കി തുക പണമായി നേരിട്ട് നൽകാമെന്നുള്ളതാണ് ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അറിയിച്ചത് എന്നുള്ളതാണ് ഈ കരാറുകാരൻ പറയുന്നത്. പിന്നീട് ഈ പണത്തിൽ ഒരു തുക പോലും തനിക്ക് കിട്ടിയില്ല എന്നുള്ളത് 2024 അയാൾ ദേവസ്വം ബോർഡിനെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് ഈ 2018-19 കാലത്ത് 4 തവണയായി വ്യാജരേഖ ചമച്ച ഈ ഉദ്യോഗസ്ഥൻ ഈ ഏതാണ്ട് 50,70,000-ലധികം രൂപ സ്വന്തം കയ്യിലേക്ക് മാറ്റി എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. വൗച്ചറുകളടക്കം നൽകി, വ്യാജ ചെക്കുകളടക്കം നൽകിയാണ് ഇത്തരമൊരു തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. അന്ന് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുകയും വിജിലൻസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ശബരിമലയിലെ പ്രധാനപ്പെട്ട ചുമതലകൾ തന്നെ ഈ ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ 2019 ശബരിമലയിൽ വ്യാജ ദ്വാരപാലക ശില്പപാളികൾ തിരിച്ച് സന്നിധാനത്തെത്തുമ്പോൾ അവിടെ മഹസറിൽ ഒപ്പിട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ. ഗൗതം, 2018-19 കാലത്ത് ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ അവിടെ അന്നദാനവുമായി ബന്ധപ്പെട്ടും തട്ടിപ്പ് നടന്നിരിക്കുന്നു. അന്ന് ആ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ വീണ്ടും മറ്റൊരു തസ്തികയിൽ നിയമിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.